പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ടിങ്കുവിൻ്റെ വായ്നാറ്റം ഈ കഥ കേൾക്കൂ. ഹോ, എന്തൊരു നാറ്റം! കുട്ടിക്കുറുക്കന്മാർ മൂക്ക് പൊത്തിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ ടിങ്കു, ഒന്ന് പല്ല് തേക്ക്, നീ അകലേന്ന് വരുമ്പോഴേ ദുർഗന്ധമാണ്. ടിങ്കു വരുന്നേ, ടിങ്കു വരുന്നേ, ടിങ്കു വരുന്നേ, ചീഞ്ഞു നാറിയ ഗന്ധം പേറി. അടുത്തു വന്നാൽ ബോധം പോകും, ദുർഗന്ധമാണയ്യോ, ദുർഗന്ധമാണയ്യോ. പുലിക്കുട്ടൻ ടിങ്കു വരുന്നത് കാണുമ്പോൾ മൃഗങ്ങൾ മൂക്ക് പൊത്തിക്കൊണ്ട് ഉറക്കെ കളിയാക്കും. ടിങ്കുവിന് വലിയ സങ്കടമായി. ഞാൻ രാവിലെ പല്ല് തേച്ചതാണല്ലോ, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ? പുലിക്കുട്ടൻ കരഞ്ഞു. നമുക്ക് വനരാജ് ഡെൻ്റൽ ക്ലിനിക്കിൽ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് കൂട്ടുകാർ ടിങ്കുവിനെ ക്ലിനിക്കിൽ കൊണ്ടുപോയി. ടിങ്കു വാ തുറന്നപ്പോഴേ ഡോക്ടർ ബോധം കെട്ടു വീണു. കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന ടിങ്കുവിനെ കണ്ട് കരടിക്കുട്ടൻ ചോദിച്ചു, ടിങ്കുക്കുട്ടാ ചങ്ങാതി, എന്തിന്നിങ്ങനെ കരയുന്നു? അമ്മ വഴക്കു പറഞ്ഞതാണോ? അച്ഛൻ ചെവിയിൽ നുള്ളിയോ? കൂട്ടുകാരനായ റിങ്കു ചെന്നായ പറഞ്ഞു, അതൊന്നുമല്ല, അവൻ്റെ വായ്നാറ്റം മൂലം എല്ലാവരും കളിയാക്കുന്നു. എങ്കിൽ നമുക്ക് കരടി അപ്പൂപ്പനെ പോയി കാണാം. അവർ ഒരുമിച്ച് കരടി വൈദ്യരപ്പൂപ്പനെ പോയി കണ്ടു. വൈദ്യർ പറഞ്ഞു, ഇത് പല്ലു തേക്കാത്തത് കൊണ്ടുണ്ടാവുന്ന പ്രശ്നമൊന്നുമല്ല, ദഹനക്കുറവാണ്. ഞാൻ ചില മരുന്നുകൾ തരാം, അത് കഴിച്ചാൽ ദഹനക്കുറവ് മാറും. ആഹാരം ശ്രദ്ധിക്കണം, നല്ലവണ്ണം ചവച്ചരച്ച് കഴിക്കണം, പഴകിയതും ചീഞ്ഞതുമൊന്നും കഴിക്കരുത്. മാത്രമല്ല നല്ല വ്യായാമവും വേണം. കരടിയപ്പൂപ്പൻ്റെ നിർദ്ദേശമനുസരിച്ച് ടിങ്കു കൃത്യമായി മരുന്ന് കഴിച്ചു. ആഹാര നിയന്ത്രണവും വ്യായാമവും ശീലമാക്കി. ഇപ്പോൾ അവന് വായ്നാറ്റം തീരെയില്ല. കൂട്ടുകാർ കളിയാക്കാറുമില്ല. എല്ലാവരും അവനോടൊപ്പം കൂട്ടുകൂടി കളിക്കുകയും ചെയ്യും. ടിങ്കു സന്തോഷത്തോടെ തുള്ളിച്ചാടി. കരടി വൈദ്യരെ പോയി കണ്ട് നന്ദി പറഞ്ഞു.